നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുരുമുളക് ഇട്ട് അരച്ച മത്തിക്കറി. അതിനാവശ്യമായ കുറച്ച് മത്തി, 2 തക്കാളി അരിഞ്ഞത്, കുറച്ച് കൊച്ചുള്ളി, കുറച്ച് പച്ചമുളക്, 2-3 കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് കടുക്, ആവശ്യത്തിന് ഉപ്പ്, 3 തണ്ട് കറിവേപ്പില. നമുക്ക് അടുപ്പ് കത്തിക്കാം, ചട്ടി വെക്കാം, എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത ഉള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, ഇഞ്ചി ചതച്ചത് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി കൂടുതൽ എടുക്കണം, എന്നാലേ ടേസ്റ്റ് വരുന്നു. നന്നായിട്ട് ഇളക്കി കൊടുക്കും. മിക്സിയിൽ ചതയ്ക്കാൻ, കല്ലയിലും ചതയ്ക്കാം. ഞാൻ ഇപ്പൊ കല്ലയിലാണ് ചതച്ചിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇടുക്കി പിടിക്കാതിരിക്കണമെങ്കിൽ നന്നായിട്ട് ഇളക്കണം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളി ഇടാം, വിനാഗിരി ഒഴിക്കാം. ഞങ്ങളിവിടെ തക്കാളി എടുത്തിരിക്കുന്നു. നന്നായിട്ട് വാടുന്നത് വരെ ഇളക്കുക. നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. 4 സ്പൂൺ മല്ലിപ്പൊടി, ഏറ്റവും അത്യാവശ്യമായ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ല മണം. എനിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇളക്കി കൊടുക്കാം നമുക്ക്. നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. നല്ല കുറുകിയിരുന്ന മത്തി നന്നായിട്ട് ഇതിനകത്ത് ഇടുമ്പോൾ അരപ്പ് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് മത്തി ഇടാം. പിന്നെ നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം. തിളച്ച് നല്ല ഇതായി കുറുകനെ വരും. അന്നേരം നമുക്ക് ഇറക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കും. മത്തി ഇട്ട് കഴിയുമ്പോൾ ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കും. വേകുന്നത് വരെ നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. തീ കുറച്ചിട്ട് കൊടുക്കണം. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് തീ കുറച്ചിട്ട് കൊടുക്കും. നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. ഈ മത്തിക്കറി കൂടുതൽ കഴിക്കാൻ നല്ലത് കപ്പയുടെ കൂടെയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.